എൻ്റെ പേര് ജോസ്മി. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ടോം. ഇത് ഞങ്ങളുടെ മോൻ ഇവാൻ. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനും ഒരു നേഴ്സാണ്. എല്ലാവരെ പോലെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ ജർമ്മൻ പഠിച്ചു. ജർമ്മൻ എക്സാം പാസ്സായി. അത് ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് എൻ്റെ വിസയ്ക്ക് വെച്ചു. എൻ്റെ വിസ റിജക്ഷൻ വന്നു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, നീ കൃപാസനത്തിൽ പോയിട്ടും നിൻ്റെ വിസ റിജക്ഷൻ വന്നു. അപ്പം ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഞാൻ എന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, കൂടുതൽ അമ്മയുടെ പേരും കൂടെ പറയുന്നു. ഞാൻ അമ്മയെ വിശ്വസിക്കുന്നു. അമ്മ എനിക്ക് സമയമാകുമ്പോൾ തന്നാൽ മതി. ഞാൻ മാതാവിനോട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന രാജ്യത്ത് പോകണം, ഒരിക്കലും ഒരു പിടിവാശി കാണിച്ചിട്ടില്ല. അമ്മയോട് ഞാൻ എല്ലാം അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ നടത്തിയാൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വിസയ്ക്ക് വെച്ചപ്പോൾ വീണ്ടും വെക്കണോ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കണോ ഒരു കാര്യവും ഇല്ലാതെയാണ് എൻ്റെ വിസ റിജക്ഷൻ വന്നത്. അപ്പോൾ അവിടുത്തെ എൻ്റെ എംപ്ലോയർ അന്ന് വെക്കേഷനിലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മറുപടി കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ അപ്പോൾ അത് റിമോൺസ്ട്രേഷൻ കൊടുത്തു. അപ്പം അത് അന്ന് ബാംഗ്ലൂർ എംബസിയിലേക്ക് മെയിൽ ചെയ്തു. അന്ന് തന്നെ എനിക്ക് മറുപടി വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ചു വന്നു. ഞാനത് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോളാൻ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും. എനിക്ക് ടിക്കറ്റ് എടുത്താൽ ഞാൻ തന്നെ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഞ്ചായത്ത് വിട്ട് സത്യം പറഞ്ഞാൽ എങ്ങും തന്നെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠിച്ചത് നാട്ടിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്നെ കെട്ടിച്ചു വിട്ടാക്കുന്നത് വെറും 3 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പം ഞാനോർത്തു, ഞാൻ തന്നെ പോകണമല്ലോ അമ്മേ, എന്നെ ഇവിടം വരെ എത്തിച്ചത് അമ്മയല്ലേ, അമ്മ തന്നെ അമ്മയും അമ്മയുടെ മോനും കൂടെ എന്നെ 2 ഫ്ലൈറ്റ് മാറി ജർമ്മനിയിലെത്തിക്കണം. അങ്ങനെ പറഞ്ഞ് 3 ദിവസമുള്ളൂ പോകാൻ. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. അന്ന് വെളുപ്പിനെ 12 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ അതൊരു മിഷൻ ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ സിസ്റ്റർമാരാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി മാതാവിനോട് അടുത്താണ് വളർന്നു വന്നത്. അപ്പം എന്ത് കാര്യത്തിനും ഞാൻ മാതാവിനോടും തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പം ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുക, നീ പോണ സെയിം ഫ്ലൈറ്റിലാണ് ഞങ്ങളുടെ മദർ സുപ്പീരിയറും ഞങ്ങളുടെ ഇവിടുന്ന് വേറൊരു സിസ്റ്റർമാരും പോകുന്നുണ്ട്. നീ ഡൽഹി വഴിയല്ലേ പോകുന്നത്, അപ്പോൾ അവർ എയർപോർട്ടിൽ കാണും, നിൻ്റെ കൂട്ടത്തിൽ പോരും, അവരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇതെന്ത് അത്ഭുതം അമ്മേ, ഞാൻ അങ്ങനെ സേഫായിട്ട് ഒരു പേടിയും കൂടാതെ ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടി തന്നെ കയറി വരുമ്പോൾ ഒരു ഭയങ്കര പ്രയാസമാണ്. എന്നു വെച്ചാൽ അവിടെ വന്ന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്, രജിസ്ട്രേഷനുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ ലാംഗ്വേജ് പ്രോബ്ലം കൂടെ ഉള്ളപ്പം തന്നെ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് മുമ്പേ ഇപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, മാതാവ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിരുന്നത് പോലെയായിരുന്നു. ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ചെന്നിറങ്ങി. അപ്പോൾ എന്നെ അവിടുന്ന് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അവരെന്നോട് പറയുവാണ്, സോറി ജോസ്മി, നിന്നോട് പറയാൻ മറന്നുപോയി, നിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വേറൊരാളും കൂടെ നിൻ്റെ സെയിം ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ പരിചയപ്പെട്ടപ്പം സെയിം കോട്ടയത്തു നിന്നുള്ള വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. അതും പരിശുദ്ധ അമ്മയോട് വളരെയധികം ഭക്തിയും സ്നേഹമുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എനിക്ക് ഒരു കൂട്ടുമുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സുമായി. ഇന്നലെ ഞങ്ങൾ 2 പേരും കൂടെ തിരിച്ച് ലീവിന് വന്നതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് അന്ന് ആദ്യം നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാമാണ്. എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേലും ലാംഗ്വേജ് പഠിച്ചിട്ട് പോയാലും അവിടെ എക്സാം എന്ന് പറഞ്ഞാൽ അവർ ജർമ്മൻ, നമ്മൾ മലയാളം പറയുന്ന പോലെ പറയും. അപ്പം എനിക്കത് ഭയങ്കരധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യം. അപ്പം ഓരോ മാസവും നമുക്കവിടെ എക്സാം ഉണ്ട്. അപ്പോൾ അവർ ആദ്യത്തെ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ജോസ്മി, നീ ലാംഗ്വേജിൽ വളരെ വീക്കാണല്ലോ, നീ ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ പിറ്റേ മാസത്തെ എക്സാമിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ എന്താ ചെയ്യണേ, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മ എനിക്ക് പകരം ഇനി സംസാരിച്ചേ പറ്റുള്ളൂ, എന്നെ ആദ്യത്തെ എക്സാമിൽ തന്നെ വിജയിപ്പിക്കണം. 6 മാസം കഴിഞ്ഞാണ് എക്സാം. അതിന് മുമ്പ് എല്ലാ മാസവും നമുക്ക് അസസ്മെൻ്റ് എക്സാം ഉണ്ട്. അപ്പം പിറ്റേ മാസം അവരെന്നോട് പറയുകയാണ്, ജോസ്മി, നീ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇതുപോലെ മുമ്പോട്ട് പോകണം.
ആഹാ, ഞാനോർത്ത് ദൈവമേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അവരെന്നെ ഓരോ മാസം ചേരും തോറും എന്നോട് പറഞ്ഞു, നീ ഇമ്പ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപവും എന്നും ഉപ്പും പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. അപ്പം എനിക്ക് പകരം എനിക്കറിയാം പരിശുദ്ധ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ 6-ാം മാസം എക്സാമായി. അപ്പം 2 ദിവസമാണ് എക്സാം. ആദ്യത്തെ ദിവസം നമ്മൾ റൈറ്റിംഗ് ആണ്, പിറ്റേ ദിവസം പ്രാക്ടിക്കൽ. റൈറ്റിങ്ങിന് ഞാൻ ചെന്നു. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് മുമ്പേ നീ കയറിക്കോ എക്സാം ഹാളിൽ. ഞാൻ എപ്പോഴും അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അമ്മേ നീ എനിക്ക് മുമ്പേ പരീക്ഷാ ഹാളിൽ കയറിക്കോ. അങ്ങനെ ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. എക്സാം എഴുതി. എക്സാമിനർ അപ്പം തന്നെ എന്നോട് പറയുവാണ്, എൻ്റെ എക്സാം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ജോസ്മി നീ പാസ്സാണ്. പിറ്റേ ദിവസം ഞാൻ വളരെ പേഷ്യൻ്റെ അടുത്താണ് എക്സാം. പേഷ്യൻറ്റിന് നമ്മൾ മെഡിസിൻ കൊടുക്കണം, അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം. അപ്പം ആ പേഷ്യൻ്റ് എക്സാമിനറോട് പറയാണ്, ഇവള് ഭയങ്കര ലീബിലിംഗ് കൊളിക്കുന്ന സ്റ്റാഫാണ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള സ്റ്റാഫാണ്, ഇന്ത്യക്കാരല്ല അങ്ങനെയാണ്, ഇംഗ്ലീഷ് കൊളികം പ്രത്യേകം അങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെന്നെക്കുറിച്ച് ഞാൻ ചോദിക്കാതെ തന്നെ വളരെ നല്ല അഭിപ്രായം പറയുന്നു. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ എക്സാം പാസ്സായി. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ ഒറ്റ കരുണ കൊണ്ട് മാത്രമാണ്. പിന്നെ അവിടെ എനിക്കൊരു വീട്, ഫാമിലീനെ കൊണ്ടുപോകണമെങ്കിൽ വീട് വേണം. വീടെന്ന് പറഞ്ഞാൽ അവിടെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ്. അത് നമ്മൾ നെറ്റിനകത്ത് ഒരു ആപ്പിൽ കയറി ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം. അവർ അപ്പോയിൻമെൻറ്റ് തരും. ആ അപ്പോയിൻമെൻറ്റിന് വീട് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. അതിൻ്റെ അന്ന് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പം എൻ്റെ ഫാമിലി വിസയ്ക്ക് വെക്കണമെങ്കിൽ എനിക്ക് വീട് വേണം. അപ്പം ഞാനന്ന് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് അമ്മയോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നു, അമ്മേ എനിക്കും ഒരു ഭവനം വേണം, എനിക്കും എൻ്റെ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കൊണ്ടുവരണം, അമ്മയൊന്ന് ഇടപെടണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അപ്പം വേറെ ഒന്നും ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചില്ല. അപ്പം പിറ്റേ ദിവസം ഒരു സൺഡേ ആണ്. അപ്പം ഞങ്ങൾ അവിടെ മലയാളം കുർബാനയ്ക്ക് പോകുമ്പം അവിടെ ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിസ്റ്ററിന് എന്നെ അറിയാം. അപ്പോൾ ആ സിസ്റ്റർ എന്നെ ആ കുർബാന കഴിഞ്ഞിട്ട് വന്ന് എന്നെ വിളിക്കുവാണ്, ജോസ്മി ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, അതിൻ്റെ താഴെ നമ്മളൊരു മലയാളിയാണ് താമസിക്കുന്നത്, നീ ഒന്ന് പോയി കണ്ടു നോക്കൂ, പക്ഷെ ക്വാഡ്രാമീറ്റർ കുറവാണ്, പക്ഷെ നിനക്ക് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, ആ വീട് നീ ഒന്ന് പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാനാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ റൂമിലുണ്ട്. അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കുള്ള വീടാണോ അത്? ആണെങ്കിൽ അമ്മ എനിക്കത് റെഡിയാക്കി തരണം കേട്ടോ എന്നും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ തുറന്നപ്പം ബൈബിളിനകത്ത് നിൻ്റെ ആരംഭം എളിയതാണെങ്കിലും നിൻ്റെ അവസാനം ശുഭകരമായിരിക്കും, അങ്ങനെ ഒരു തിരുവചനം എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ അപ്പം എനിക്ക് തന്നെയുള്ള വീടാണ്. ഞാനങ്ങ് ഉറപ്പിച്ചു, ചെറിയ വീട് മതി എനിക്ക്. അപ്പം ഞാൻ ആ വീട് പോയി കണ്ടു. ആ വീട് എനിക്ക് കിട്ടി. ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ എനിക്ക് മുമ്പേ മാതാവ് പോയി എല്ലാവരെയും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നണേ. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആൾക്കാർ, എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അവരുടെ മീറ്ററോട് സംസാരിക്കണം, അതിനുവേണ്ടി എല്ലാം ഞാൻ പറയാതെ തന്നെ എനിക്ക് മുമ്പേ ആൾക്കാരായിരുന്നു അവിടെ. അങ്ങനെ എനിക്ക് ആ ഭവനം കിട്ടി. ആ ഭവനത്തിൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നത്. എനിക്ക് ഇനി ഇവരുടെ വിസയ്ക്ക് വെക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോന് വേണ്ടിയാണ്. ഞാനിവിടുന്ന് പോകുമ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ട് അവന് അലർജിക് ചുമയാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കുറേ പേര് പറയുന്നു വൈറലാണ്, കോവിഡ് കഴിഞ്ഞതിൻ്റെയാണ്. പക്ഷെ അവന് കോവിഡൊന്നും വന്നിട്ടുമില്ല. അവന് 3 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ചുമയാണ്. അപ്പം ഈ ചുമ കാണിക്കാത്ത പീഡിയാട്രിഷ്യന്മാരില്ല, ESA വരെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ആദ്യമൊക്കെ ഇവന് അസ്താലിൻ സിറപ്പ് കൊണ്ട് മാറുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം അതിലും അസ്താലിൻ നെബുലൈസേഷനായി, അത് കഴിഞ്ഞപ്പോൾ ഇൻഹേലറായി, അത് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ഇൻഹേലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അസ്താലിനും ബ്യൂഡിക്കേർട്ടും നെബുലൈസേഷനായി, ഇൻഹേലറായി. അങ്ങനെ 6 മാസം അടുപ്പിച്ച് വലിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ ചുമ വരും. അപ്പം മാസത്തിൽ 2 ആൻറ്റിബയോട്ടിക്, പ്രെഡ്നിസോളൻ സിറപ്പ്. അങ്ങനെ നമുക്ക് നേഴ്സുമാർക്കറിയാം പ്രെഡ്നിസോളൻ സിറപ്പ് കൂടുതൽ കൊടുക്കുന്നത് ചീത്തയാണ്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, ജോസ്മി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കന്ന് ഇൻഹേലറിലോട്ട് മാറാം. അങ്ങനെ ബ്യൂഡിക്കോട്ട് 6 മാസം അടുപ്പിച്ച് വലിച്ചു. അതിൻ്റെ ഇടയ്ക്കും ഇവന് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 4 മാസം കഴിഞ്ഞില്ല, അവന് അതിൽ കൂടിയ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഇൻഹേലർ വലിപ്പിക്കുക 6 മാസം അടുപ്പിച്ച്. അപ്പോൾ ആ ഇൻഹേലർ വലിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തപ്പം വീണ്ടും ഒമ്നാക്കോട്ടിൽ, അങ്ങനെ ഡിഫ്ലാസൻ സിറപ്പ്, അങ്ങനെ കൊച്ചു സ്റ്റീറോയിഡ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഇങ്ങനെ ഉടമ്പടിയിൽ ഇതെല്ലാം വെക്കുന്നുണ്ട്. ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് പോകേണ്ട സമയമായി ആ സമയത്ത്. അപ്പം
ഞാൻ വന്നു മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, നീ തന്നെ നോക്കിക്കോണം. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവനിങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞ് അഡിനോയിഡ് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സർജറി ചെയ്യണം അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും ആണെങ്കിൽ എനിക്ക് അവിടെ ഇരുന്നിട്ടും കൂടുതൽ വിഷമം. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ജീവിത പങ്കാളി ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവന് സർജറി ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ അവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ വെഞ്ചരിച്ച തൈലം അച്ഛൻ പൂശിവിനെ പ്രാർത്ഥിച്ചു. ഇവൻ പിന്നെ ഉപയോഗിക്കാൻ എല്ലാ ദിവസവും ഇവനെ കുളിപ്പിക്കുമ്പോൾ വെഞ്ചരിച്ച ഉപ്പ് ഒഴിച്ച വെള്ളത്തിലാണ് ഇവനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നും തേൻ തൊട്ട് വെഞ്ചരിച്ച തൈലവും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അത് അന്ന് മുതൽ പിന്നെ ഞങ്ങൾ ആ ഇൻഹേലറെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഏകദേശം 6 മാസമായി എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ അഡിനോയിഡിൻ്റെ പ്രശ്നവും ഡോക്ടറെ നാൾ കാണിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ മാറിയെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാനിവിടെ വൃദ്ധസദനത്തിൽ പോയി അവരെ പരിചരിക്കുകയും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ജർമ്മനിയിലായിരിക്കുമ്പോൾ ഞാൻ നാട്ടിലോട്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഹസ്ബൻഡും ഫാമിലിയും പോയി വൃദ്ധസദനത്തിൽ പോയി അവരുടെ കൂട്ടത്തിൽ സമയം ചിലവഴിക്കുക, അവർക്ക് ഫുഡിന് ഉള്ള പൈസ കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്നു. പിന്നെ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹസ്ബൻഡാണ് ബസ് സ്റ്റാൻഡിലും അങ്ങനെ എല്ലാവർക്കും അറിയാത്തവരെ വചനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ആര് വിഷമം പറഞ്ഞാലും, ഇപ്പം ഞാൻ അവിടെ ആയിരിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എനിക്ക് എക്സാം എഴുതാൻ പൈസയില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെക്കൊണ്ട് ആര് സഹായം ചോദിച്ചാലും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതിലുപരി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും ആത്മീയമായിട്ട് ഞാൻ കുറേ കൂടെ മാതാവിനോട് ചേർന്നു. എന്ത് കാര്യത്തിനും ഇപ്പം മാതാവിനെ മുൻനിർത്തി മാതാവിനോട് ചോദിക്കും, മാതാവേ ഞാനത് ചെയ്തോട്ടെ. അങ്ങനെ ഒരു മാതാവുമായിട്ടൊരു കൂടുതൽ സ്നേഹത്തിലാകാൻ എനിക്ക് കഴിഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇതിപ്പം 2ാമത്തെ സാക്ഷ്യമാണ് ഇദ്ദേഹം പറയുന്നതിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയവർ പിന്നീട് വീണ്ടും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നുണ്ട്. അതിനർത്ഥം പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതല്ല. അവർ ഉടമ്പടിയുടെ യഥാർത്ഥ ഒരു ജീവിത രീതിയിലേക്ക് വരുമ്പം നമുക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ എവിടെ ആയിരുന്നാലും അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്ന വിധം അത് വളരെ പ്രത്യേകിച്ച് ഉടമ്പടി നിൽക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് ദൈവത്തിൻ്റെയും ഒരു ക്രമീകരണമാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുമ്പോൾ അറിയാം, നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്ന പല സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് മറ്റും പോകുന്നവരുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയും പറയുന്ന പോലെ നമുക്ക് വേണ്ടി മുൻപേ ആരോ പോയി ക്രമീകരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നതും എല്ലാം സമയബന്ധിതമായിട്ട് നടത്തുന്നതുമല്ല. അപ്പോൾ ഇത് ഒരു മാതാവിൻ്റെ വലിയൊരു അനുഭവമായിട്ട് തന്നെയാണ് എല്ലാവരും വായിച്ചെടുക്കുന്നത്. കാരണം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കും എന്നത് ഒരു ഭംഗിവാക്കല്ല, അതൊരു അനുഭവത്തിൻ്റെ തലമാണെന്ന് അനേകം സാക്ഷ്യങ്ങൾ നിർത്തണം. ഒപ്പം ഒരുപാട് കാര്യങ്ങളിലും മാതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും അവിടെ സ്വസ്ഥമായിട്ട് വസിക്കുവാനുള്ള ഭവനം ക്രമപ്പെട്ടതിനും എല്ലാം ഒരു പ്രാർത്ഥനയോടൊപ്പം ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാൻ ഇടവന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ഉടമ്പടി കണ്ടനുണ്ട്. കാരണം സിസ്റ്റർമാരെ പരിചയപ്പെടാനുള്ള സാധ്യത ദേവാലയത്തിലാണ്. ഒരു വ്യക്തി ദേവാലയത്തിൽ പോകുമ്പോഴാണ് സിസ്റ്റർമാരെ പരിചയപ്പെടാനുള്ള സാധ്യത ഉള്ളതും. ഉടമ്പടി എടുത്ത വ്യക്തികൾ എവിടെ ആയിരുന്നാലും ദേവാലയത്തെ തേടിപ്പോയി കുർബാന കാണുന്നതും ഒക്കെ ഇതൊരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആവശ്യമായുള്ളവരെല്ലാം മാർഗ്ഗമധ്യ ദൈവം കൊണ്ടു ചെന്ന് നിർത്തുന്ന ഒരനുഭവം. അങ്ങനെ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കർത്താവ് ഒരു കാര്യം ക്രമീകരിക്കുന്നത്. അതിന് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം എന്നുള്ളൊരു സാക്ഷ്യവും കൂടി ഒരു സന്ദേശം കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാവിധ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.